ഞാൻ ഷംന ഷാനവാസ് നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ എല്ലാ ഫാമിലിയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഞങ്ങളുടെയും നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സിന്റെയും ഈദ് മുബാറക്. അപ്പോ ഇന്ന് വലിയ പെരുന്നാളാണല്ലേ, ബക്രീദിനോടനുബന്ധിച്ച് എല്ലാവർക്കും അവധിയാണ്. പിന്നെ നമ്മൾ കോവിഡൊക്കെ ആയത് കാരണം നമുക്ക് കഴിഞ്ഞ പെരുന്നാളൊക്കെ പോലെ തന്നെയാണ് ഈ പെരുന്നാളും, വീട്ടിൽ തന്നെ ആഘോഷം, എങ്ങും പോകാതെ അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് കേട്ടോ. നമ്മുടെ 7 ബ്രാഞ്ചും ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട് രാവിലെ. അപ്പൊ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യുക. നമ്മുടെ ഓഫറും ഇന്നുണ്ട് കേട്ടോ, ഓഫറും ഇന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരും. വിവാഹ പാർട്ടികൾക്ക് വെറും 2.5% മാത്രം പണിക്കൂലി, കൂടാതെ 1 പവൻ മേലെടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വെറും 4% മാത്രം പണിക്കൂലി. ഡയമണ്ട് ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. പിന്നെ ഇന്നത്തെ ഗോൾഡ് റേറ്റ് അല്ലേ, ഗോൾഡ് റേറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഗ്രാമിന് 4490 ആണ്. 35 രൂപ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് 35,920 ആണ് ഒരു പവന്. അപ്പോൾ ഇന്ന് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇന്ന് എല്ലാ ഷോപ്പും ഓപ്പൺ ആണ്. അപ്പൊ എല്ലാവർക്കും ബക്രീദ് ആശംസകൾ. ഞങ്ങളുടെയും നക്ഷത്രയും ഡയമണ്ട് ഗോൾഡൻ ഡയമണ്ടിന്റെയും 1000 വലിയ പെരുന്നാൾ. എല്ലാവരും ഇനി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട് തുറക്കുവാന്ന് ചോദിച്ച് വിളിക്കേണ്ട കാര്യമില്ല. എല്ലാ ഷോപ്പും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. രാത്രി 8 മണി വരെ എല്ലാ ഷോപ്പും ഓപ്പൺ ആണ്. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ സ്വർണ്ണാഭരണങ്ങളും നിങ്ങൾക്ക് വിൽക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട്. ഗ്രാമിൽ നിന്ന് 25 രൂപ കുറച്ചിട്ടാണ് എടുക്കുന്നത്. അത് എവിടെ നിന്ന് മേടിച്ചാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, വരാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും അഡ്വാൻസ് ബുക്ക് ചെയ്യാം. റേറ്റ് കുറഞ്ഞിരിക്കണോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ വരുന്നുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് വരുന്നത്. പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യണവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ, ഓൺലൈൻ പർച്ചേസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ പിൻകോഡും കൂടെ അടിക്കാമെങ്കിൽ വളരെ കൃത്യമായ ഒരു ഉത്തരം തരാൻ പറ്റും. അവിടെ നമ്മുടെ സർവീസ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. കോവിഡ് ആയതുകൊണ്ട് സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പിൻകോഡ് ഇതാണെന്ന് നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അപ്പം തന്നെ നമ്മളത് നിങ്ങളെ അറിയിക്കാം. എന്നിട്ട് ബാക്കി വാർത്ത പ്രൊസീഡിങ് നമുക്ക് നടത്താം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യണം. അതിൽ നല്ല നല്ല വീഡിയോസും പിക്കും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇന്നലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൈലിന്റെ സെക്കൻഡ് സ്റ്റഡിന്റെ കളക്ഷൻസ് ഒക്കെ ഞാൻ കാണിച്ചില്ല. ഇതിലും വെറൈറ്റി ആയിട്ടുള്ള സെക്കൻഡ് സ്റ്റഡിന്റെ കളക്ഷൻസ് ഒക്കെ ഇന്നും വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണുക. ഇന്ന് നമ്മൾ അവധി ആയതുകൊണ്ട് കുറച്ച് അടിപൊളി വീഡിയോസ് ഇട്ടേക്കാം അല്ലേ. 3-4 വീഡിയോ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളെല്ലാവരും ഇത് അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും അവധിയാണെന്ന് അറിയാം. അപ്പോൾ എറണാകുളം വരുന്നവർ തീർച്ചയായിട്ടും നക്ഷത്ര ഡയമണ്ട്സ് ഗോൾഡൻ ഡയമണ്ട് 7 ഷോറൂം വൈറ്റ്ലയിലുണ്ട്, എടപ്പള്ളിയിലുണ്ട്, നെട്ടൂരുണ്ട്, പൂക്കാട്ടുപടി ഉണ്ട്, സന്ദർശിക്കുക. അപ്പോൾ വൺസ് അഗൈൻ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും അയ്യോ ഇമ്രൂസ് പറഞ്ഞില്ല. ഇമ്രു ഫത്തൂസും പറഞ്ഞില്ല. പറ ഈദ് മുബാറക് പറ. ഇമ്രു പറ. ഇമ്രൂസിനെ ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന അതിന്റെ ഒരു ചെറിയൊരു പരിഭവമാണ്. അതിപ്പോ ശരിയാവും അല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പൊ വീഡിയോസ് കാണാൻ മറക്കരുത്. നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇനി ഇതിന് താഴെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ കസിൻസിനോടൊക്കെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയ പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ഞാൻ എന്ന് പറയണേ എപ്പോഴും പറഞ്ഞു വലിയ ജ്വല്ലറി.